അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, വ്യഭിചരിച്ച ആളുകൾ, പരിധി വിട്ട ലൈംഗികതയുടെ വക്താക്കൾ, അവർ മരിച്ചു വരാൻ കാത്തു നിൽക്കേണ്ടതില്ല. മരിച്ചു വന്നതിന് ശേഷം മാത്രം പോരാ അവർക്കുള്ള ശിക്ഷ, പിന്നെയോ ഈ ലോകത്ത് തന്നെ അവർ ശിക്ഷിക്കപ്പെടണം. അല്ലാഹു പറയുന്നു, എന്തുകൊണ്ട്? പശ്ചാത്താപ മനസ്ഥിതിയുണ്ടെങ്കിലും തൗബ അവരിലുണ്ടെങ്കിലും അവർ ശിക്ഷാർഹരാണ്. ഈ ലോകത്ത് അവർക്ക് ശിക്ഷ കൊടുക്കണമെന്ന് പടച്ച തമ്പുരാന്റെ നിയമം. എന്തുകൊണ്ട്? അസ്സിനാ അക്ബറുൽ കബായിരി ബഅദ ശിർകി വൽ ഖത്ൽ. കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ഏറ്റവും വലിയ അപരാധം കുറ്റമേത? അശ്ശിർക്ക്, ശിർക്കാണ്. അസ്സിനാ അക്ബറുൽ കബായിരി ബഅദ ശിർകി വൽ ഖത്ൽ. ഒന്നാമത്തെ കുറ്റം ശിർക്കാണെങ്കിൽ രണ്ടാമത്തെ കുറ്റം അൽ ഖത്ൽ, കൊലപാതകമാണ്. ശിർക്കും ഖത്ലും കഴിഞ്ഞാൽ പിന്നെ കുറ്റങ്ങളുടെ സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് വരുന്നത് അസ്സിന, പരിധി വിട്ട ലൈംഗികതയാണ്. അല്ലാഹു സൂക്ഷിക്കാൻ പറഞ്ഞ വിശുദ്ധി സൂക്ഷിക്കാതെ അവിശുദ്ധ ജീവിതം നയിച്ച ആളുകളാണ് കുറ്റകൃത്യത്തിൽ ഈ മൂന്നാമത്തെ മേഖലയിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ശിക്ഷയുണ്ട്. ശരീഅത്തുൽ ഇസ്ലാം എന്ത് ശിക്ഷയാണ് ഈ ലോകത്ത് അവർക്ക് വിധിക്കുന്നത്? ഇത് പറയുന്നത് ഇന്നും നാളെയും, ഇന്നോ നാളെയോ നമ്മുടെ നാട്ടിൽ വ്യഭിചരിച്ചവർക്ക് ഈ പറയപ്പെട്ട ശിക്ഷ കൊടുക്കാനല്ല, ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ. അവിവാഹിതരായ ആളുകൾ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ 100 പ്രഹരം നൽകിയിട്ട് 1 വർഷത്തേക്ക് നാടുകടത്തണമെന്നാണ് അല്ലാഹുവിന്റെ നിയമം. 100 ചാട്ടവാറടി, ചെറിയ ശിക്ഷയാണോ അത്? അല്ലാഹു ഈ ഭാഗം സൂറത്തുൻ നൂറിന്റെ 2-ാമത്തെ വചനത്തിൽ പറയുന്നു, ഇത് ഇവിടെ ശരീഅത്ത് ഭരണമല്ല, ഇസ്ലാമിക രാഷ്ട്രമല്ല. പിന്നെന്തിനാ പറയുന്നത്? ആ കുറ്റത്തിന്റെ ഗൗരവം നാം ഗ്രഹിക്കാൻ വേണ്ടിയാണ്. സൂറത്തുൻ നൂറിന്റെ 2-ാമത്തെ വചനം അല്ലാഹു പറയുന്നു, അസ്സാനിയതു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ. അസ്സാനിയതു വസ്സാനി, വ്യഭിചരിച്ച പെണ്ണ്, വ്യഭിചരിച്ച പുരുഷൻ. ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ, അവർ ഓരോരുത്തർക്കും 100 വീതം അടി കൊടുക്കണം. ഇവിടെ ആദ്യം പെണ്ണിനെ പറഞ്ഞത്, മുഫസ്സിറുകൾ അതൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അസ്സാനിയതു വസ്സാനി, ആദ്യം വ്യഭിചരിക്കുന്ന പെണ്ണിനെ പറയുന്നത്, പിന്നെയാണ് പുരുഷനെ പറയുന്നത്. എന്തേ അങ്ങനെ പറഞ്ഞത്? കാരണം ഖുദ്ദിമത്തിൽ മർഅതു ലിഅന്ന ശഹവത സിനാ അലൽ മർഅതി അഖ്വാ വ അക്സറു. അല്ലാഹുവിന്റെ പ്രയോഗങ്ങളിലും അതിലും വേണം ഒരു യുക്തി. ഹകീമായ റബ്ബിന്റെ വചനങ്ങളിൽ ഒരാളെ മുന്തിക്കുമ്പോ എന്തുകൊണ്ട് മുന്തിച്ചു, അതിലുമുണ്ട് പാഠം. മുഫസ്സിറുകൾ പറയുന്നു, വ്യഭിചാരത്തിന് സാഹചര്യമൊരുക്കുന്നതും കൂടുതൽ വ്യഭിചാരമുണ്ടാക്കുന്നതും സ്ത്രീവർഗമാണ്. അവരുടെ ഭാഗത്ത് നിന്നാണ് അത് ഉണ്ടാകുന്നത്. അവരുടെ വേഷവിധാനങ്ങളും ഭാവപ്രകടനങ്ങളും പെരുമാറ്റ രീതികളും വസ്ത്രധാരണ രീതികളും ഒക്കെ പുരുഷന്മാരെ വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കണം. ബലാത്സംഗം, ബലാത്കാരത്തിലൂടെ അവിഹിത വീഴ്ച നടക്കുന്നത് ശതമാനത്തിൽ വളരെ കുറച്ചേ ഉള്ളൂ. പുരുഷവർഗം ഈ തിന്മയിൽ ചെന്നെത്തുന്നതിന്റെ പ്രധാന കാരണം സ്ത്രീ ഒരുമ്പെടുന്നത് കൊണ്ടും അവൾ അതിന് പുരുഷവർഗത്തെ ക്ഷണിക്കുന്നത് കൊണ്ടും സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടുമാണ്. അതുകൊണ്ടാണ് പെണ്ണിനെ ആദ്യം പറഞ്ഞത്. മോഷണക്കുറ്റത്തിന്റെ ഭാഗം, മോഷണക്കുറ്റത്തിനുള്ള ശിക്ഷ പറയുന്നിടത്ത് അല്ലാഹു പറഞ്ഞത് എങ്ങനെയാ? ഖുർആനിൽ കാണാലോ, വസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ ഐദിയഹുമാ ജസാഅൻ ബിമാ കസബാ നകാലം മിനല്ലാഹ്. മോഷ്ടാവിന്റെ കൈ മുറിക്കണം എന്നതാണല്ലോ ശരീഅത്തിന്റെ നിയമം, അല്ലെ? ആ നിയമം പറഞ്ഞിടത്ത് എങ്ങനെയാ പറഞ്ഞത്? വസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ ഐദിയഹുമാ. ആദ്യം അവിടെ പുരുഷനെ പറഞ്ഞത്. മോഷണം നടത്തുന്ന പുരുഷൻ, മോഷ്ടിക്കുന്ന പെണ്ണ്, രണ്ടാമതാ പെണ്ണിന്. എന്താ കാരണം? മോഷണം നടത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് മനക്കരുത്തും ധൈര്യമൊക്കെ വേണം, അല്ലെ? അതുകൊണ്ട് മോഷണ മേഖലയിൽ സ്വാഭാവികമായും ആപേക്ഷികമായും പുരുഷന്മാരാ കൂടുതൽ. അതുകൊണ്ട് പുരുഷനെ അവിടെ മുന്തിച്ചു പറഞ്ഞു. ഏതായാലും അവർ ഇരുവർക്കും വ്യഭിചരിച്ചാലുള്ള ശിക്ഷ
അവർ അവിവാഹിതരാണെങ്കിൽ, അനുവദിക്കപ്പെട്ട വിധത്തിൽ ലൈംഗികാസ്വാദനത്തിന് അവസരം ഇല്ലാത്തവരാണെങ്കിൽ, അതേ അവിവാഹിതരാണെങ്കിൽ ഓരോരുത്തരെയും 100 വീതം അടി കൊടുക്കണം. എന്നിട്ട് അല്ലാഹു പറയുന്നു, വലാ തഅഖുദുകും ബിഹിമാ റഅഫത്തുൻ ഫീ ദീനില്ലാഹ്. അവർക്ക് ഏത് ശിക്ഷയാണോ കൊടുക്കേണ്ടത് എന്ന് അള്ളാഹുവിന്റെ ദീനിൽ നിയമമുണ്ട്, റബ്ബിന്റെ വിധിയുണ്ട്. ആ വിധിയിൽ നിന്ന് അവരോടുള്ള ദയാദാക്ഷിണ്യം നിങ്ങളെ പിറകോട്ട് വലിക്കാതിരിക്കട്ടെ. അവരോടുള്ള ദയ കാരണം, അവരോടുള്ള കരുണ കാരണം പടച്ചവന്റെ ദീൻ പറഞ്ഞ ഈ ശിക്ഷ അവർക്ക് കൊടുക്കാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. ദയാദാക്ഷിണ്യം നിങ്ങളെ പിറകിലേക്ക് വലിക്കരുത് ശിക്ഷ നടപ്പാക്കുന്നതിൽ നിന്ന്. ഇൻ കുൻതും ആമൻതും ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾക്ക് അല്ലാഹുവിലും പരലോകത്തിലും വിശ്വാസമുണ്ടെങ്കിൽ ദയ കാരണത്താൽ, ദയാദാക്ഷിണ്യം കാരണത്താൽ അവരെ ശിക്ഷിക്കാതെ നിങ്ങൾ മാറി നിൽക്കരുത്. വൽയശ്ഹദ് അദാബഹുമാ ത്വായിഫത്തും മിനൽ മുഅ്മിനീൻ. അവരെ ശിക്ഷിക്കുമ്പോൾ സത്യവിശ്വാസികളിൽ നിന്ന് ഒരു സംഘമാളുകൾ ദൃക്സാക്ഷികളായി അവിടെ ഉണ്ടാവുകയും വേണം. ഭരണാധികാരി സ്വകാര്യമായിട്ട് വിളിച്ചുകൊണ്ടുപോയിട്ട് അടി കൊടുത്തിട്ട് പൊക്കോ, അവർ ശിക്ഷിക്കപ്പെട്ട അവർക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട്, അങ്ങനെ ഉത്തരവ് വരാൻ പാടില്ല. ഖുർആൻ പറഞ്ഞു വൽയശ്ഹദ് അദാബഹുമ, ഇവർക്ക് കൊടുക്കേണ്ട പ്രഹരം കൊടുക്കുമ്പോ അവിടെ ദൃക്സാക്ഷികളായി ഉണ്ടാകണം ത്വായിഫത്തും മിനൽ മുഅ്മിനീൻ, വിശ്വാസികളിൽ നിന്നൊരു സംഘം ആളുകൾ. അപ്പൊ പരസ്യമായിട്ട് തന്നെ കൊടുക്കണടി. എന്തിനാത്? കുറ്റവാളി വഷളാകാനും. അഭിമാനം എന്ന് പറയുന്നത് വലിയ സാധനമാണല്ലോ അല്ലെ. പണം പോയാലും കുഴപ്പമില്ല, വേറെ എന്തു പോയാലും കുഴപ്പമില്ല. അഭിമാനം, മാനനഷ്ട കേസ് എത്ര കോടികളും ലക്ഷങ്ങളുമാണ് ചോദിക്കാറ് മാനനഷ്ടം വരുത്തിയത്. ഇത് വലിയ വില മതിക്കാൻ പറ്റാത്ത സാധന. അതുകൊണ്ട് ഈ കുറ്റവാളി വഷളാകണം, പൊതുജനങ്ങൾക്ക് പാഠമാകുകയും വേണം. അതുകൊണ്ട് പരസ്യമായി തന്നെ പ്രഹരിക്കണമെന്ന് ഖുർആനിന്റെ കൽപ്പന. വിവാഹിതരാണെങ്കിലോ വിവാഹിതർക്ക് കൊടുക്കാനുള്ള ശിക്ഷ ഖുർആനിൽ ഒരു ആയത്ത് മുമ്പുണ്ടായിരുന്നു. പിന്നെ ആ ആയത്ത് നസ്ഖ് ചെയ്യപ്പെട്ടു, മൻസൂഖായി. എന്താ അങ്ങനെയുണ്ടേ? ഖുർആനിൽ ആദ്യകാലത്ത് ഇറങ്ങിയ എല്ലാ വചനങ്ങളും ഇന്നില്ല എന്ന് പറഞ്ഞാൽ വിട്ടുപോയതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ വഹയിന്റെ അടിസ്ഥാനത്തിൽ പടച്ച റബ്ബിന്റെ നിർദ്ദേശത്തോടെ നീക്കം ചെയ്ത വചനങ്ങൾ. അതിലൊരു വചനാണ് വശൈഖു വശൈഖതു ഇദാ സനയാ ഫർജുമുഹുമാ. ആയത്ത് ഇന്ന് മരിച്ചോർത്ത് ഓതാൻ പറ്റൂല കേട്ടോ, ഖുർആൻ ഓതിയ കൂലി കിട്ടൂല. ആദ്യകാലത്ത് ഖുർആനിന്റെ വചനമായിരുന്നു സുമ്മ നുസിഖ ലഫ്ളുഹാ വബഖിയ മഅനാഹാ. അതിന്റെ ആ പദം, അതിന്റെ വചനം നസ്ഖ് ചെയ്യപ്പെട്ടു, ദുർബലപ്പെട്ടു പോയി. വബഖിയ മഅനാഹാ, അതിന്റെ ആശയവും അതിലുള്ള പാഠവും ഇന്നുമുണ്ട്. ഹദീസിലൂടെ അത് പഠിപ്പിച്ചു തന്നു. എന്താ? അശ്ശൈഖു വശ്ശൈഖത്തു, തന്തയും തള്ളയും. ശൈഖ് എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായമായ ആള് എന്നർത്ഥമുണ്ട്. ഇവിടെ ഉദ്ദേശം എന്താണ്? വിവാഹിതരായ സ്ത്രീ പുരുഷന്മാർ ഇദാ സനയാ, അവർ അവിഹിത വീഴ്ച നടത്തിയാൽ ഫർജുമുഹുമാ, മരണം വരെ അവരെ എറിയണം, കല്ലെറിയണം. ഇതാണ് ദീനിന്റെ നിയമം. എന്തൊരു ശിക്ഷയാണ് റബ്ബിന്റെ നിയമത്തില്. ഇത് പറയുമ്പോ വർത്തമാനകാലത്ത് എന്നല്ല, പണ്ട് കാലം തൊട്ട് ഇന്നോളം ഖുർആനിന്റെ പ്രവാചകരുടെ ഈ ശിക്ഷാ നടപടി, ഈ ശരീഅത്ത് നിയമത്തെ ചോദ്യം ചെയ്യുന്നു ജൂതന്മാരും ക്രിസ്ത്യാനികളും. ഇത് കാടൻ നിയമമാണ്. നാഗരികതയുള്ള സംസ്കാരമുള്ള ജനതയുടെ ഇടയിൽ അപ്രായോഗികമായ, ഒരിക്കലും പ്രയോഗവൽക്കരിക്കാൻ പറ്റാത്ത പ്രാകൃത നിയമം എന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ ശരീഅത്ത് നിയമത്തിന് നേരെ ഇവിടെ പ്രവാചക നിന്ദയുടെ ആളുകൾ കുറെ കാലമായി സംസാരിച്ചു തുടങ്ങിയിട്ട്. കുറച്ചൊരു വിവരം നമുക്ക് ഈ വിഷയത്തിൽ വേണം. ഇത് സൗദി അറേബ്യയും ഇസ്ലാമിക ഭരണ പ്രദേശമൊന്നും അല്ലെങ്കിലും ശരീഅത്തുൽ ഇസ്ലാമിന്റെ സുന്ദരമായ മഹിതമായ നിയമാവലികളെ കുറിച്ച് വിമർശനം വരുമ്പോൾ സാധാരണക്കാരാണെങ്കിലും അതിലൊരു ഗ്രാഹ്യമാണ്, ചെറിയൊരു അറിവെങ്കിലും വേണം. ഇതെന്താ എറിഞ്ഞു കൊല്ലേ, പടച്ചോനെ ഒരു കുറ്റം ചെയ്തതിന് ഇങ്ങനെ എറിഞ്ഞു കൊല്ലേ, നമ്മളും ആലോചിച്ചു പോവും. വാസ്തവത്തിൽ ഇത് ഖുർആനിന്റെ മാത്രം നിയമമല്ല. ഇന്ന് തലയിൽ ചുമന്ന് നടക്കുന്ന വേദക്കാർ, ജൂത ക്രൈസ്തവ വർഗം, അവർ വേദഗ്രന്ഥമെന്ന് പരിചയപ്പെടുത്തുന്ന ബൈബിളിലും ഇന്നും
വളരെ വ്യക്തമായിട്ട് അള്ളാഹുവിന്റെ ഈ നിയമം കാണാം. ഒരാൾ മറ്റൊരാളുടെ ഭാര്യയുമായി ശയിക്കുന്നതു കണ്ടാൽ അവരിരുവരെയും മരണം വരെ ശിക്ഷിക്കണം. ആവർത്തന പുസ്തകത്തിന്റെ 22-ാമത്തെ അധ്യായത്തിലെ 22-ാമത്തെ വചനമാണ് ഞാൻ പറഞ്ഞത്, അതിന്റെ മലയാള ട്രാൻസ്ലേഷൻ. ഒരാൾ മറ്റൊരാളുടെ ഭാര്യയുമായി ശയിക്കുന്നതു കണ്ടാൽ അവർ ഇരുവർക്കും മരണശിക്ഷ കൊടുക്കണം. ഇതാണ് പഴയ നിയമത്തിൽ കാണുന്നത്, വ്യക്തമായി കാണുന്നത്. പക്ഷേ ജൂത സമൂഹം പുരാതന കാലം തൊട്ട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്തൊട്ട് തന്നെ അക്കാലത്തു തന്നെ അവർ ഈ ദൈവീക നിയമം വായിക്കുകയും ഇത് ദൈവത്തിന്റെ നിയമമാണെന്ന് അംഗീകരിക്കുകയും ചെയ്തിരുന്നെങ്കിലും ഫലത്തിൽ അന്നു തന്നെ അവർ അതിനെ ദുർബലപ്പെടുത്തി. ചരിത്രത്തിൽ മൂസാ നബി മുതൽ ഇന്നോളം വന്ന ജൂത സമൂഹത്തിനിടയിൽ കല്ലെറിയുക എന്ന ശിക്ഷ വ്യഭിചാരികളുടെ മേലിൽ നടപ്പിലാക്കിയ ഒരൊറ്റ ഉദാഹരണം പോലും ചരിത്രത്തിൽ കാണൂല. ഒരു ഉദാഹരണമെങ്കിലും ഉദ്ധരിക്കാൻ നമുക്ക് കാണാനാകില്ല. ജൂതന്മാരാ പണി ചെയ്തില്ല, അവരാ വിധിയെ ദുർബലപ്പെടുത്തി അക്കാലത്തു തന്നെ. പിറകെ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം വന്നു. ഈസാ നബിയുടെ കാലം വന്നു. മഹാനായ ആ പ്രവാചകന്റെ പ്രബോധനത്തിന് പ്രതിബന്ധമുണ്ടാക്കാൻ ജൂത പണ്ഡിതന്മാർ രംഗത്ത് വന്നു. ജൂത പണ്ഡിതന്മാർ ഈസാ നബിയെ പല നിലക്കും ഉപദ്രവിച്ചു. ഒരിക്കൽ എല്ലാ കെണികളും പരാജയപ്പെട്ടപ്പോ അവർ ഈസാ നബിയെ കെണിയിൽ വീഴ്ത്താൻ കണ്ടെത്തിയ ഒരു വിദ്യ എന്താ? ഒരു വേശ്യയെ പിടിച്ചിട്ട് ഈസാ നബിയുടെ സന്നിധിയിലേക്ക് ഓടിക്കുകയാണ്. അങ്ങനെ വേശ്യ ഓടി ആ സന്നിധിയിലെത്തി, ഈസാ അലൈഹിസ്സലാമിന്റെ മുന്നിലെത്തി. പിറകിൽ ഈ ജൂത പണ്ഡിതന്മാരും. അങ്ങനെ വേശ്യയെ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഇവൾ വ്യഭിചരിച്ചവളാണ്, അതുകൊണ്ട് ഇവൾക്കുള്ള ശിക്ഷ എന്താണെന്ന് അവിടുന്ന് വിധിച്ചാലും. ജൂത പണ്ഡിതന്മാർ ഈസാ നബി അലൈഹിസ്സലാമിനോട്. വാസ്തവത്തിൽ അവർക്ക് വിധി അറിയുകയായിരുന്നില്ല ലക്ഷ്യം. പിന്നെ ഈസാ നബിയെ കൊടുക്കുക, കെണിയിലാക്കുക. എങ്ങനെ കെണിയിലാക്കുക? ഇവിടെ ഒന്നുകിൽ ദൈവിക നിയമത്തിൽ തൗറാത്തിലുള്ള നിയമ പറയേണ്ടത്, അല്ലെങ്കിൽ പുതിയ ഒരു ശിക്ഷ പറയേണ്ടത്. രണ്ടു പറഞ്ഞാലും കുടുങ്ങും. കാരണം എറിഞ്ഞു കൊല്ലുകയല്ലാത്ത ശിക്ഷയാണ് ഈസാ അലൈഹിസ്സലാം പറയുന്നതെങ്കിൽ ഉടനെ അവർ ഉറക്കെ പ്രഖ്യാപിക്കും, ഇതാ മോശയ്ക്ക് നൽകപ്പെട്ട നിയമങ്ങൾക്കെതിരെ സംസാരിക്കുന്ന വ്യാജ പ്രവാചകനാണ് ഈ ഈസാ, യേശു എന്നവർ പറയും. തൗറാത്തിൽ പഴയ നിയമത്തിലുള്ള നിയമങ്ങളെ ഖണ്ഡിക്കുന്ന, എതിർക്കുന്ന ഒരു വ്യാജനാണ് എന്ന് പറഞ്ഞിട്ട് മുദ്രകുത്താം. വേറെ ശിക്ഷ പറഞ്ഞാൽ, എന്നാൽ എറിഞ്ഞു കൊല്ലുക എന്ന ശിക്ഷ അതിലുള്ളതുപോലെ പറഞ്ഞാലോ, അന്ന് റോമൻ സാമ്രാജ്യമാണ്. സാമ്രാജ്യത്വം ഭരിക്കുന്നത് വേറൊരു ഗ്രൂപ്പാണ്. അപ്പോൾ ഉറക്കെ പ്രഖ്യാപിക്ക, പണ്ട് മൂസ പറഞ്ഞ ആ പ്രാകൃത നിയമങ്ങൾ സമൂഹത്തിൽ നടപ്പിലാക്കാൻ വന്ന ഒരു ചങ്ങാതീത റോമിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്ന ആളിത എന്ന് പറഞ്ഞിട്ട് റോമിന്റെ അധികാരികളുമായി ഈസാ നബി അലൈഹിസ്സലാമിനെ ശത്രുതയിലാക്കാം. ഇപ്പൊ ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഒരാൾ ശരീഅത്തിന്റെ നിയമം ഇതാണ് നടപ്പിലാക്കണമെന്ന് പറയുകയും എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്താൽ എന്തായിരിക്കും ആ മനുഷ്യന്റെ കഥ? ഇതുപോലെ അന്ന് റോമിലെ അധികാരികൾ വേറെയാണ്. അപ്പൊ ഈ നിയമമാണെന്ന് പറഞ്ഞാൽ ഭരണാധികാരികളുടെ ഇടയിൽ നോട്ടപ്പുള്ളിയാക്കാൻ പറ്റും. ഇത് തിരിഞ്ഞ ഹിക്മത്തുള്ള ഈസാ നബി അലൈഹിസ്സലാം അവരിതൊക്കെ ചോദിച്ചപ്പോ നിലത്തിങ്ങനെ വരച്ചുകൊണ്ടിരുന്നു. നമ്മളുടെ ഈ മൊബൈല് കളിക്കല്ലേ, ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത സംസാരം വന്നാൽ പിന്നെ മൊബൈലിൽ കളിച്ചാൽ മതി, ഗെയിം കളിച്ചാൽ മതി. എന്നാ പിന്നെ അത് ശ്രദ്ധിക്കും വേണ്ട, എന്നാ അവനെ അവഗണിച്ചു എന്നില്ല. ഇവിടെ പ്രത്യേകിച്ച് ഒരു നമ്പർ സെർച്ച് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ. അങ്ങനെ ഈസാ അലൈഹിസ്സലാം താഴേക്ക് നോക്കിയിട്ട് ഒരു കമ്പ് കൊണ്ട് ഇങ്ങനെ വരച്ചിരുന്നു. ഇവര് വിടൂല. ജൂത പണ്ഡിതന്മാർ ചോദിക്കാൻ ഇവളെ കാര്യത്തിൽ തീരുമാനം പറയണം. വിടൂലാന്ന് കണ്ടപ്പോ താഴേക്ക് നോക്കി തന്നെ ഈസാ അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പാപം ചെയ്യാത്തവർ അവളെ കല്ലെറിയട്ടെ. ഇത് കേട്ടപ്പോ നാണിച്ച് തല താഴ്ത്തി ജൂത പണ്ഡിതന്മാർ സ്ഥലം വിട്ടു. എന്താ കാരണം? വ്യഭിചാരം അവരുടെ ജീവിത ശൈലിയാണ്. ഞങ്ങളെ ഈ കയ്യിലിരിപ്പ് ഈ ചങ്ങാതി മനസ്സിലാക്കിയല്ലോ എന്ന് പറഞ്ഞ് ജൂത പണ്ഡിതന്മാർ സ്ഥലം വിട്ടു. കുറെ സമയം കഴിഞ്ഞു ഈസാ അലൈഹിസ്സലാം തല ഉയർത്തി നോക്കിയപ്പോ ഈ പെണ്ണുണ്ട് അവിടെ നിൽക്കുന്നു. അവളോട് ചോദിച്ചു, നിന്നെ ആരും കല്ലെറിഞ്ഞില്ലേ? അവൾ പറഞ്ഞു, ആരും കല്ലെറിഞ്ഞില്ല. ഈസാ അലൈഹിസ്സലാം പറഞ്ഞു, എങ്കിൽ ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. പറഞ്ഞാൽ എന്താ നോക്കണം, എങ്കിൽ ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല.
നീ പശ്ചാത്തപിച്ച് ഖേദിച്ചു മടങ്ങി നല്ലവളായി ജീവിക്കണം, നിനക്ക് പോകാം. ഈ സംഭവം ദുർവ്യാഖ്യാനിച്ച് ക്രൈസ്തവ ലോകം പറയുന്നു, അവരുടെ അപ്പോസ്തലന്മാർ പറയുന്നു, വ്യഭിചാരം അധർമ്മമാണെങ്കിലും ശിക്ഷാർഹമല്ല. അത് ചെയ്ത ആളൊന്ന് അച്ഛന്റെ മുന്നിൽ കുമ്പസരിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് കുറ്റം ഏറ്റു പറഞ്ഞ് പശ്ചാത്തപിച്ചാൽ ഓക്കെ, കാര്യം രക്ഷപ്പെട്ടു. ശിക്ഷാർഹമല്ല. എന്താ തെളിവ്? യേശു പഴയ നിയമത്തിലെ കല്ലെറിയൽ ദുർബലപ്പെടുത്തി. സത്യത്തില് ആ വാക്ക് ഇന്നത്തെ ബൈബിളിൽ എഴുതിച്ച വാക്കെന്നെ നോക്കിയാൽ അറിയാം, എങ്കിൽ ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. ശിക്ഷ അള്ളാന്റെ നിയമം അതന്നെയാണ്. പക്ഷെ ഈ റോമിൽ നിന്നുകൊണ്ട് എനിക്ക് ശിക്ഷിക്കാൻ അധികാരമില്ല. ഏതുപോലെ ഇന്ന് ഇന്ത്യയിൽ നിന്നൊരു മതപണ്ഡിതന് ഇത് വിധിക്കാൻ അധികാരമില്ലാത്തതുപോലെ തന്നെ. മാത്രല്ല ഈസാ അലൈഹിസ്സലാം ആരാ? ഒരു യൂണിവേഴ്സൽ മെസഞ്ചർ അല്ല, വിശ്വവിമോചകനല്ല. ഈസാ നബി അലൈഹിസ്സലാമിന്റെ വാക്കിലോ ഉദ്ധരണികളിലോ ഇഞ്ചീലിലെ ഒരു വചനത്തിലോ പുതിയ നിയമത്തിന്റെ ഒരു വാക്കിലോ ഒരു ലോകവിമോചകനായി ഈസാ അലൈഹിസ്സലാമിനെ പരിചയപ്പെടുത്തുന്നില്ല. ഖുർആൻ പറഞ്ഞെന്താ? വജഅൽനാഹു മസലൻ ലിബനീ ഇസ്രായീൽ. ഇസ്രായേലിയർക്ക് ഒരു ഗുണപാഠവും മാതൃകാ പുരുഷനുമാണ്. ആര്? ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. ഇസ്രായേലിയർക്ക് ഇത്രയുള്ളൂ. അത് യേശു തന്നെ പറയുന്നുണ്ട്, ഇസ്രായേലിന് പുറത്തുള്ളവരുടെ കാര്യം നോക്കാൻ കർത്താവ് എന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന വാക്ക് ബൈബിളിൽ തന്നെ കാണാം. ഏതായാലും അവർക്കിടയിൽ വന്ന ഒരു മുജദ്ദിദ്, പരിഷ്കർത്താവ് മാത്രമാണ് ഈസാ അലൈഹിസ്സലാം. എന്ത്? ഒരു മുജദ്ദിദ. ഇസ്രായേലിലേക്ക് കടന്നു വന്ന ഒരു മുജദ്ദിദ്, ഉള്ള നിയമങ്ങളെ പരിപോഷിക്കാനും പുനർജീവിപ്പിക്കാനും വന്ന പ്രവാചകൻ. അല്ലാതെ പഴയ നിയമങ്ങളെ ദുർബലപ്പെടുത്താനോ പുതിയ നിയമം സ്ഥാപിക്കാനോ ഈസാ അലൈഹിസ്സലാമിന് അല്ലാഹു അധികാരം നൽകിയിട്ടില്ല. നിയമങ്ങൾ, പഴയ നിയമങ്ങൾ, തൗറാത്തിലുള്ള നിയമങ്ങളെ ജീവിപ്പിക്കാനും സജീവമാക്കാനും ഇസ്രായേലിയർക്ക് അത് പഠിപ്പിക്കാനും വേണ്ടിയാണ് ഈസാ അലൈഹിസ്സലാമിനെ അല്ലാഹു ചുമതലപ്പെടുത്തിയത്. എന്നിട്ട് ദുർവ്യാഖ്യാനിക്കുകയാണ്, ലോകത്ത് അബദ്ധം പ്രചരിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ ജൂത ക്രൈസ്തവ സഖ്യം നടത്തിയ മലക്കം മറിച്ചത് ഹദീസിലൊക്കെ കാണാം. ബുഖാരിയിൽ കാണാം ഒരു സംഭവം. ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഉതിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിയഹൂദിയിൻ വയഹൂദിയത്തിൻ. ഒരു ജൂത പുരുഷനെയും പെണ്ണിനെയും നബിയുടെ മുന്നിൽ കൊണ്ടുവരപ്പെട്ടു. അത് അഹദസ ജമിയ, രണ്ടുപേരും വ്യഭിചരിച്ചിട്ടുണ്ട്. ഇവരെ കൊണ്ടുവന്നിട്ട് ജൂത സമൂഹം പറഞ്ഞു, മുഹമ്മദേ, എന്താണ്, ഏത് ശിക്ഷയാണ് ഇവരിൽ നടപ്പിലാക്കേണ്ടത്? പുണ്യ നബി അവരോടൊരു ചോദ്യം ചോദിച്ചു, മാ തജിദൂന ഫീ കിതാബിക്കും, നിങ്ങളെ കിതാബിൽ എന്താ? നിങ്ങളെ കിതാബിൽ ഇതിനുള്ള ശിക്ഷ എന്താ? അത് നിങ്ങൾ പറയൂ. ഖാലു, ആ ജൂത സമൂഹം നബിയോട് പറഞ്ഞു, ഇന്ന അഹ്ബാറനാ അഹദസു തഹ്മീമൽ വജ്ഹി വതജ്ബീഹ. ഞങ്ങളെ പുരോഹിതന്മാർ, അപ്പോസ്തലന്മാർ വേദമാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് തഹ്മീമൽ വജ്ഹി വതജ്ബീഹ, മുഖത്ത് കരിവാരി തേച്ച് കഴുതപ്പുറത്തിരുത്തി സവാരി ചെയ്യിക്ക. വ്യഭിചരിച്ചവർക്കുള്ള ശിക്ഷ ഇതാണെന്നാണ് ഞങ്ങളുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നത് എന്ന് നബിയോട് മറുപടി പറഞ്ഞപ്പോ, സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ വേദപണ്ഡിതനായ, മുൻകാലത്ത് വേദം നന്നായി പഠിച്ച് ഗ്രഹിച്ച പിറകെ മുസ്ലിമായ സ്വഹാബി അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു, നബിയെ, ഇവരീ പറയുന്നത് കള്ളമാണ്. വാസ്തവത്തിൽ തൗറാത്തിൽ പറഞ്ഞത് അതല്ല, വേദ നിയമത്തിൽ പറഞ്ഞത്, ന്യായ പ്രമാണങ്ങളിൽ പറഞ്ഞത് അതല്ല നബിയെ. അവരോട് കിതാബ് കൊണ്ടുവരാൻ പറയൂ. നബി പറഞ്ഞു, ഇതാണെങ്കിലും അല്ലെങ്കിലും നിങ്ങളുടെ ഗ്രന്ഥം കൊണ്ടുവരൂ. ഫഉതിയ ബിഹ, തൗറാത്ത് കൊണ്ടുവന്നു. തൗറാത്ത് കൊണ്ടുവന്നപ്പോൾ അവർ ചെയ്തൊരു പണി ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. കൊണ്ടുവന്ന് ഈ വ്യഭിചാരത്തിന്റെ അധ്യായം തുറന്നു വെച്ചു. ഫവളഅ അഹദുഹും യദഹു അലാ ആയത്തിർ റജ്മി വജഅല യഖറഉ മാ ഖബ്ലഹാ വമാ ബഅദഹാ. ഒരു തട്ടിപ്പ് ഇന്നൊക്കെ നടക്കുന്നുണ്ട്. ഖുർആനിൽ നിന്ന് കുറച്ച് ഓതുക, ബാക്കി മുമ്പുള്ളത് ഓതൂല, പിമ്പുള്ളത് ഓതൂല. ഇങ്ങനെയുള്ള കബളിപ്പിക്കൽ എക്കാലത്തും നടന്നിട്ടുണ്ട്. അന്ന് ഈ ജൂതന്മാര് തൗറാത്ത് കൊണ്ടുവന്നിട്ട് ഫവളഅ അഹദുഹും യദഹു അലാ ആയത്തിർ റജ്മി,
വ്യഭിചരിച്ച വിവാഹിതരായ ആളുകൾ വ്യഭിചരിച്ചാൽ കല്ലെറിയണമെന്ന നിയമത്തിന്റെ ആയത്തിന്റെ ഭാഗത്ത് പതുക്കെ വിരല് വെച്ചു, കൈ വെച്ചിട്ട് മുമ്പുള്ള വരി ഓതി താഴെയുള്ള വരി ഓതി ഇത് മറച്ചു വെച്ചു. സുബ്ഹാനല്ലാഹ്. മഹാനായ ഇബ്നു സലാമിന്, അബ്ദുല്ലാഹിബ്നു സലാം സഹാബിയാണല്ലോ, വേദം പഠിച്ച ആളാണല്ലോ. അദ്ദേഹം പറഞ്ഞു, അവിടെ ചങ്ങാതി ഇർഫഅയദക, കയ്യൊന്നു പൊന്തിച്ചേ. നമ്മളിത് പഠിച്ചത് തന്നെ. ഇർഫഅയദക, ആ കൈ വെച്ചോടുത്ത് കയ്യൊന്ന് പൊന്തിക്കൂ. ഫഇദൻ ഫീഹി ആയത്തുർ റജ്മി, കൈ പൊക്കിയപ്പോ കള്ളി പൊളിഞ്ഞു. കള്ളി പൊളിഞ്ഞപ്പോ നബി പറഞ്ഞു, ഇவ்விധം നിങ്ങൾ ദൈവീക നിയമങ്ങളിൽ കൈകടത്തുകയും മറച്ചു വെക്കുകയും ചെയ്യുന്ന വർഗമാണ്. അതുകൊണ്ട് യഥാർത്ഥ നിയമങ്ങളെ ജനങ്ങൾക്ക് പഠിപ്പിക്കാനും മാറ്റിത്തിരുത്തുന്ന നിയമങ്ങളെ തിരുത്തി എഴുതാനും ശരിക്ക് പഠിപ്പിച്ചു കൊടുക്കാനും വേണ്ടി അള്ളാഹ് എന്നെ ചുമതലപ്പെടുത്തി. അതുകൊണ്ട് ഖുർആനിന്റെ നിയമവും നിങ്ങളുടെ നിയമവും ഒന്നു തന്നെ. അവരുടെ കാര്യത്തിൽ പുണ്യനബി വിധിച്ചത് കല്ലെറിയൽ തന്നെയാണ്. വാസ്തവത്തിൽ അവര് വന്ന് ചോദിച്ചത്, നബിയുടെ മുന്നിൽ വന്ന് ജൂതന്മാർ ചോദിച്ചത് പഠിക്കാനും അറിയാനും വേണ്ടിയല്ല. അവര് പറഞ്ഞു തമ്മിൽ, മുഹമ്മദിന്റെ അടുക്കലേക്ക് വ്യഭിചരിച്ച സ്ത്രീ പുരുഷന്മാരെ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളെ കൊണ്ടുചെല്ല, എന്നിട്ട് കഴുതപ്പുറത്തിരുന്ന് മുഖത്ത് കരിവാരി തേച്ച് സവാരി ചെയ്യിക്കുന്ന ശിക്ഷയാണ് പറയുന്നതെങ്കിൽ മുഹമ്മദിനെ നമുക്ക് അംഗീകരിക്കാം. നേരെ മറിച്ച് പ്രാകൃത ശിക്ഷാ നടപടിയായ കല്ലെറിയൽ പറയുകയാണെങ്കിൽ മുഹമ്മദിനെ നമുക്ക് തിരസ്കരിക്കുകയും എതിർക്കുകയും ചെയ്യാമെന്ന് ആദ്യം അവർ യോഗം കൂടി തീരുമാനിച്ചിട്ടാണ് മുന്നോട്ട് വരുന്നത്. ബറാ ഇബ്നു ആസിബിൽ നിന്ന് മുസ്ലിം ഉദ്ധരിച്ച രസകരമായ വേറൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാഴ്ച കാണാണ് ഒരിക്കൽ മദീനയിൽ. എന്താ കാണുന്ന കാഴ്ച? ഒരു ജൂതനുണ്ട്, മുഖത്ത് നിറം തേച്ചിട്ട് ചായം പൂശിയിട്ട് മറ്റു ജൂതന്മാർ അടിച്ചിട്ട് അങ്ങാടിയിലൂടെ അങ്ങനെ ഓടിക്കുന്നുണ്ട്. നബി ചോദിച്ചു, മൻ ഹാദാ വമാ ഹാദാ, എന്താ ഈ കാണുന്നത്? ഇവൻ ആരാ, എന്താ സംഭവം? ഖാലു, അവർ പറഞ്ഞു, ഇവൻ വ്യഭിചരിച്ചവനാണ്. വ്യഭിചാരത്തിന് ഇങ്ങനൊരു ശിക്ഷയുണ്ടോ? അവർ പറഞ്ഞു, ഖാലു നഅം, ഞങ്ങളുടെ നിയമത്തിൽ ഇങ്ങനെ ഒരു ശിക്ഷയാണ് പറയുന്നത്, മുഖത്ത് നിറം തേച്ചിട്ട് അടി കൊടുത്തിട്ട് അങ്ങാടിയിലൂടെ ഓടിക്കുക. ആ സമയത്ത് അവരുടെ കൂട്ടത്തിൽ ഒരു പണ്ഡിതനെ നബി സ്വകാര്യമായിട്ട് വിളിച്ചിട്ട് ചോദിച്ചു, സത്യം പറയൂ, നിങ്ങളുടെ നിയമത്തിൽ എന്താ ഉള്ളത്? എന്താ നിങ്ങളെ നിയമത്തിൽ പഠിച്ചത് എന്താ? കാല, ആ പണ്ഡിതൻ പറഞ്ഞു, നജിദുഹു റജ്മ, ഞങ്ങളെ നിയമത്തിലും എറിഞ്ഞു കൊല്ലൽ തന്നെയാണ് ഉള്ളത്. വലാകിന്നഹു കസുറ ഫീ അശ്റാഫിന, ഞങ്ങളുടെ കൂട്ടത്തിലെ പള്ളിയിലച്ചന്മാരും അപ്പോസ്തലന്മാരും നേതാക്കന്മാർക്കൊക്കെ വ്യഭിചാര ഒരു സ്വഭാവമായി മാറി. അങ്ങനെ സ്വഭാവമായി മാറിയപ്പോ കുന്നാ ഇദാ അഖദ്ന ശരീഫ തറക്നാഹു, മാന്യന്മാരെ ഈ കേസിൽ ഞങ്ങൾ പിടിച്ചാൽ ഞങ്ങൾ വെറുതെ വിടും. കുന്നാ ഇദാ അഖദ്ന ലഈഫ, പാവപ്പെട്ടവനെ പിടിച്ചാൽ അഖംനാ അലൈഹിൽ ഹദ്ദ, ഞങ്ങൾ കൊടുക്കും അടി, ഞങ്ങൾ ശിക്ഷിക്കും, കല്ലെറിയും. ഇതൊരു പതിവായപ്പോ കച്ചറുണ്ടായി. സ്വാഭാവികമാണല്ലോ, സാധാരണക്കാരെ കല്ലെറിയുകയും വലിയ വലിയ ഉന്നതരായ ആളുകൾ ഈ പണി ചെയ്യുമ്പോൾ വെറുതെ വിടുകയും ചെയ്താൽ കച്ചറാകുമല്ലോ. സാധാരണക്കാർ കച്ചറുണ്ടാക്കി പ്രശ്നമായപ്പോൾ ഞങ്ങളൊരു യോഗം കൂടിയിട്ട് ഇത് രണ്ട് നിയമം ഏതായാലും ശരിയല്ല, പ്രായോഗികമല്ല, അതുകൊണ്ട് എല്ലാവർക്കും പറ്റുന്നൊരു ശിക്ഷ നമുക്കിവിടെ തീരുമാനിക്കണം. അന്ന് ഞങ്ങൾ കണ്ടെത്തി, മുഖത്ത് കരിവാരി തേച്ച് കഴുതപ്പുറത്തിരുത്തി അടി കൊടുത്ത് സവാരി ചെയ്യിപ്പിക്കുക, ആരായാലും ഇനി അതായിക്കോട്ടെ. ഇതങ്ങോട്ട് കേട്ടപ്പോ നബിക്ക് സങ്കടമായി. നബി പറഞ്ഞു, ഇவ்விധം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നിയമത്തിൽ ഭേദഗതി വരുത്തിയ വർഗമേ, അല്ലാഹു യഥാവിധി നിയമം പഠിപ്പിക്കാനും നിങ്ങൾ കൈകടത്തിയ നിയമത്തിന്റെ നിജസ്ഥിതി പഠിപ്പിക്കാനുമാണ് പടച്ച റബ്ബ് എന്നെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് ഈ തിന്മയെ ഞാൻ ചോദ്യം ചെയ്യും, എതിർക്കും. അള്ളാന്റെ നിയമം ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്ന് അവരോട് ഉറക്കെ പ്രഖ്യാപിക്കുകയും നബിക്ക് വല്ലാത്ത മനപ്രയാസം വരികയും ചെയ്തപ്പോ അല്ലാഹു ഖുർആനിൽ നിന്നൊരു ആയത്തിറക്കുകയാണ്, യാ അയ്യുഹർ റസൂലു ലാ യഹ്സുൻകല്ലദീന യുസാരിഊന ഫിൽ കുഫർ. നബിയേ, കുഫറിന് വേണ്ടി അധ്വാനിക്കുന്ന പണിയെടുക്കുന്ന വർഗമാണ് ജൂത ക്രൈസ്തവ വിഭാഗം. നബിയേ, ലാ യഹ്സുൻകല്ലദീന യുസാരിഊന ഫിൽ കുഫർ, കുഫറിൽ അധ്വാനിക്കുന്ന വർഗത്തിന്റെ കാര്യത്തിൽ അങ്ങെന്തിനാ മനപ്രയാസത്തിലാകുന്നു, സങ്കടപ്പെടുന്നു, വിഷമിക്കുന്നു? ഈ ആയത്തിന്റെ ഒക്കെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിച്ചിട്ടാണ് ഈ നബിനെ അങ്ങനെ ചീത്ത പറയുന്നത്. ഇവര് എന്തുകൊണ്ടാ ഇവരിങ്ങനെ നബിയെ, പുണ്യ നബിയെ ഇകഴ്ത്തുന്നതും വിമർശിക്കുന്നതും പ്രവാചകനെ നിന്ദിക്കുന്നതും എന്ന് നിങ്ങൾ സംശയിച്ചിട്ടുണ്ടോ?
നമ്മൾ കാണാത്ത ഖുർആനിലെ പല ഭാഗം അവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റണില്ല, താത്വികമായി അവർക്ക് നേരിടാൻ പറ്റണില്ല. പിന്നെ അങ്ങോട്ട് വിളിക്കന്നെ തെറി, എഴുതി വിടന്നെ തെറി. അതുകൊണ്ടാ നബിയെ യഥാർത്ഥത്തിൽ കുഫറിന് വേണ്ടി, സത്യനിഷേധത്തിന് വേണ്ടി പണിയെടുക്കുന്ന, പരിശ്രമിക്കുന്ന ഈ വർഗത്തിന്റെ ഇത്തരത്തിലുള്ള ശ്രമങ്ങളിലും അധ്വാനങ്ങളിലും അങ്ങൊരിക്കലും ദുഃഖിക്കേണ്ടതില്ല. മിനല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ബിഅഫ്വാഹിഹിം വലൻ തുഅ്മിൻ ഖുലൂബുഹും. അവർ പറയും ഞങ്ങളും വിശ്വാസികളാണ്, അവർ പറയും ഞങ്ങളും വിശ്വാസികളാണ് എന്നവർ പറയും. വലൻ തുഅ്മിൻ ഖുലൂബുഹും, ഇവിടെ അവർക്ക് വിശ്വാസമല്ല. ആമന്നാ ബി അഫ്വാഹിഹിം, നാവുകൊണ്ട് മാത്രമുള്ള വിശ്വാസികളാണ്. വലൻ തുഅ്മിൻ ഖുലൂബുഹും, അവരുടെ ഹൃദയത്തിൽ വിശ്വാസമില്ല നബിയേ. യുഹരിഫൂനൽ കലിമ മിൻ ബഅദി മവാദിഇഹി, അല്ലാഹുവിന്റെ വേദങ്ങളിലുള്ള വചനങ്ങളുടെ സ്ഥാനം മാറ്റുന്നവരും മറച്ചു വെക്കുന്നവരും ദുർവ്യാഖ്യാനിക്കുന്നവരുമാണ് നബിയേ അവർ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വകൈഫ യുഹക്കിമൂനക വഇൻദഹുമുത് തൗറാത്ത് ഫീഹാ ഹുക്മുല്ലാഹ്. വ്യഭിചാരിക്ക് കൊടുക്കേണ്ട ശിക്ഷ ഏതാണെന്ന് ചോദിച്ച് അങ്ങയെ വിധികർത്താവാക്കേണ്ട കാര്യമെന്തുണ്ട് അവർക്ക്? അവരങ്ങയെ ജഡ്ജിയാക്കുന്നത് എന്തിനാ? വഇൻദഹുമുത് തൗറാത്ത് ഫീഹാ ഹുക്മുല്ലാഹ്, അവരെ കയ്യിൽ തന്നെ തൗറാത്ത് ഉണ്ടല്ലോ, പഴയ നിയമമുണ്ടല്ലോ, അതിൽ അള്ളാന്റെ നിയമമുണ്ടല്ലോ. പിന്നെന്തിനാ അങ്ങയെ ന്യായാധിപനാക്കുന്നത് ഈ ജൂതവർഗം? അങ്ങയെ ജഡ്ജിയാക്കേണ്ട കാര്യമെന്തുണ്ട്? സുമ്മ യതവല്ലൗന മിൻ ബഅദി ദാലിക വമാ ഉലൈക ബിൽ മുഅ്മിനീൻ. വാസ്തവത്തിൽ അവർ വേദങ്ങളിൽ വിശ്വാസമില്ലാത്ത, ദൈവത്തിൽ യഥാവിധി വിശ്വാസമില്ലാത്തവരാണ്. വമാ ഉലൈക ബിൽ മുഅ്മിനീൻ. എന്നിട്ട് അല്ലാഹു പറയുന്നു ഇന്നാ അൻസൽന തൗറാത ഫീഹാ ഹുദൻ വനൂർ. നിശ്ചയം നാം തൗറാത്ത് ഇറക്കിയത്, ഖുർആനിലൂടെ നമ്മളോട് പറഞ്ഞു തരാൻ, നിശ്ചയം നാം തൗറാത്ത് ഇറക്കിയത് എന്തിനാ? ഫീഹാ ഹുദൻ വനൂറുൻ, അതില് നേർവഴിയുണ്ട്, സ്വർഗത്തിലേക്കുള്ള വഴിയുണ്ട്. വനൂറുൻ, അതില് വെളിച്ചണ്ട്. പക്ഷെ ഇവര് കൈകടത്തി, അതിനെ മലീമസമാക്കി, അതിനെ ദുർവ്യാഖ്യാനിച്ച്, അതിനെ മറച്ചു വെച്ചവർ വികൃതമാക്കി, വികലമാക്കി. അവിടെയാണ് കുഴപ്പം. ഫീഹാ ഹുദൻ വനൂർ യഹ്കുമു ബിഹൻ നബിയൂൻ. മുൻകാലത്ത് കഴിഞ്ഞുപോയ ഇസ്രായേലി പ്രവാചകന്മാരെല്ലാം വിധിച്ചത് തൗറാത്തിന്റെ നിയമമായിരുന്നു. നബിയെ അങ്ങ് പുതിയൊരു നിയമം ഒന്നും ഉണ്ടാക്കണ്ട, തൗറാത്തിന് പറഞ്ഞ നിയമം തന്നെ ഇവരെ കാര്യത്തിൽ വിധിച്ചോളൂ എന്ന് അള്ളാഹു പറഞ്ഞു കൊടുത്തു. വാസ്തവത്തിൽ ഇത് ലോകത്ത് വിശ്വാസികൾക്ക് ദൈവം തമ്പുരാൻ അന്ന് തൊട്ട് ഇന്നോളം പറഞ്ഞ വിധിയാണ്. അതുകൊണ്ട് അതിനെയാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത്. ഇനി സ്വവർഗരതിക്കാർക്ക് കൊടുക്കേണ്ട ശിക്ഷ ഇതിലും കനത്ത ശിക്ഷ. വ്യഭിചാരത്തെക്കാൾ കടുത്ത അപരാധമാണ് സ്വവർഗരതി. അതുകൊണ്ട് തന്നെ വ്യഭിചാരികൾക്ക് കൊടുക്കുന്നത് ഏറെ വലിയ ശിക്ഷ, അവരെയും കൊല്ലണമെന്നാണ്. عن جابر بن عبد الله رضي الله عنه قال سمعت رسول الله يقول على المنبر. മിമ്പറിൽ നിന്ന് നബി പറയുന്നത് ഞാൻ കേട്ടു, മൻ അമില അമല ഖൗമി ലൂത്തിൻ ഫഖ്തുലൂഹു, സ്വവർഗരതിക്കാരെ കൊല്ലണം. ഉഖ്തുലുൽ ഫാഇല വൽ മഫ്ഊല ബിഹി, അത് പ്രവർത്തിച്ചവനും പ്രവർത്തനത്തിന് വിധേയനായവനെയും കൊല്ലണം. ഹിസ്ന ഔലം യുഹ്സിന, വ്യഭിചാരത്തിന്റെ നിയമമല്ല, അവർ വിവാഹിതരാണെങ്കിലും അല്ലെങ്കിലും കൊല്ലണം. ഈ ഒരു വൃത്തികെട്ട കുറ്റമാണ് ഈ ലോകത്തുനിന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. അത് വിവാഹിതരാണെങ്കിലും അല്ലെങ്കിലും അവരെ കൊല്ലണം. എങ്ങനെ കൊല്ലണം എന്നതിൽ മാത്രമേ സ്വഹാബികൾക്കിടയിൽ തർക്കമുള്ളൂ. അലി റളിയല്ലാഹു അൻഹുവും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പറഞ്ഞത് ആ വർഗത്തെ വാളുകൊണ്ട് വെട്ടിക്കൊന്നിട്ട് ശവം അഗ്നിയിലിട്ട് ദഹിപ്പിക്കണം. പ്ലേറ്റ് ദുരന്തത്തില് മനുഷ്യന്മാരായത് എന്താന്ന് കണ്ടില്ലേ? അതുപോലെ അഗ്നിയിലിട്ട് കരിച്ചു കളയണം അവരെ മയ്യിത്ത്. ആരെ? ഈ വർഗത്തിന്റെ തല വെട്ടിയിട്ട് കരിച്ചു കളയണം. അവരെ പള്ളിപ്പറമ്പിലോ ശ്മശാനത്തിലോ അടക്കാൻ പാടില്ല. ഉമർ റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും പറഞ്ഞത് തകർന്നു വീഴാനായ കെട്ടിടം, അല്ലെങ്കിൽ ആളുകൾ ഉപയോഗിക്കാത്ത കെട്ടിടം, ഉപയോഗശൂന്യമായ കെട്ടിടത്തിന്റെ താഴെ കൊണ്ടുപോയി നിർത്തിയിട്ട് ഇവരെ മേലെ ആ കെട്ടിടം തകർത്തി വീഴ്ത്തി കൊല്ലണം. അറിയോ? ചിലര് പറഞ്ഞു നിരുപാധികം എറിഞ്ഞു കൊല്ലണം. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അവരെ കൊല്ലണം. ഈ ഒരു കുറ്റം എത്ര വലിയ കനത്ത കുറ്റമാണ്!
ഇതിലേക്കുള്ള സാഹചര്യങ്ങളാണ് ഇന്ന് ലോകം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത്, ഈ വിഷയം ഇന്നിവിടെ തീരാണ്, അവസാനിപ്പിക്കാണ്, നിർത്തുകയാണ്. പ്രിയമുള്ള സത്യവിശ്വാസികളെ, നമ്മുടെ കൂട്ടത്തിലെ ഏറിയ കൂറും വ്യഭിചരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ലൈംഗികമായ ഒരു പ്രവർത്തനമുണ്ടായിട്ടില്ലെങ്കിലും കണ്ണുകൊണ്ടെങ്കിലും വ്യഭിചരിക്കാത്തവർ ആരുണ്ടാകും നമ്മുടെ കൂട്ടത്തിൽ? ആരുണ്ടാകും? ശരീരം കൊണ്ട്, വിവിധ അവയവങ്ങൾ കൊണ്ട് വ്യഭിചരിക്കാത്ത എത്ര പേർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും? വളരെ വ്യക്തമായി പുന്നാര നബി തങ്ങൾ പഠിപ്പിച്ച വചനത്തിൽ ഉണ്ടല്ലോ, ഈ അവയവങ്ങൾക്കൊക്കെ വ്യഭിചാരമുണ്ട്. വ്യഭിചാരത്തിന്റെ പങ്ക് ആ അവയവങ്ങൾക്കൊക്കെ തന്നെ നാളെ മഹ്ശറയിൽ കിട്ടുമെന്നും അവിടുന്ന് മുന്നറിയിപ്പ് തന്നതാണല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായ പശ്ചാത്താപം നമുക്ക് വേണം. തൗബ നമ്മിൽ നിന്നുണ്ടാകണം. നമ്മളൊക്കെ പറയും സഹാബികൾ വരെ വ്യഭിചരിച്ചിട്ടില്ലേ, അതുകൊണ്ട് കുറ്റാരും ചെയ്യുന്നു. സഹാബികൾ വ്യഭിചരിക്കുക മാത്രമല്ല ചെയ്തത്, അവർ മടങ്ങി, അവർ ഖേദിച്ചു, അവർ ആ അവിശുദ്ധമായ അവസ്ഥയിൽ നിന്ന്, കറകളഞ്ഞ മനസ്സിൽ നിന്ന് അവർ മുക്തരായി, മോചിതരായി. തൗബയുടെ വെള്ളം കൊണ്ടവരുടെ കൽബുകളെ കഴുകി, ഒരുപാട് കണ്ണുനീരൊഴുക്കി പാപക്കറകളെ കണ്ണുനീറുകൊണ്ട് വാശി ചെയ്തു, കഴുകിക്കളഞ്ഞു സഹാബത്ത്. ചരിത്രത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ച ഉദാത്ത മാതൃക കാണിച്ചു തന്ന സ്വഹാബത്തിൽ നിന്ന് വീഴ്ച പറ്റി. സത്യമാണ്, അവർ വ്യഭിചരിച്ചു പോയി, യാഥാർത്ഥ്യമാണ്. തൗറാത്തിന്റെ നിയമവും ഖുർആനിന്റെ നിയമവും ഒന്ന് തന്നെ എന്ന് പഠിപ്പിച്ച പുണ്യനബി, ജൂതന്മാർക്കിടയിൽ ഈ ശിക്ഷ നടപ്പിലാക്കിയ പുണ്യനബി, ആ പുണ്യനബിയുടെ സന്നിധിയിലേക്ക് ഒരു സഹാബി ഒരിക്കൽ കടന്നു വരുന്നു. മദീന പള്ളിയിൽ സഹാബത്തിന്റെ മുന്നിൽ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെ ദീനിന്റെ നിയമങ്ങളും കാര്യങ്ങളും പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മാഇസ് ഇബ്നു മാലിക്, നിങ്ങൾ ചരിത്രം പഠിച്ചിട്ടുണ്ടാകും, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം ഈ ചരിത്ര സംഭവം. മാഇസ് ഇബ്നു മാലിക് എന്ന് പറയുന്ന സ്വഹാബി ഒരു ഭ്രാന്തന്റെ രൂപത്തിൽ പാറിപ്പറന്ന മുടികളോടെ, ചുവന്ന കണ്ണോടെ, ക്ഷീണിച്ച മുഖത്തോടെ, വിറക്കുന്ന കൈക്കാലുകളോടെ തിരുസന്നിധിയിൽ കടന്നു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ത്വഹിർനി, നബിയെ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം, എന്നെ ഒന്ന് സ്ഫുടമാക്കണം, എന്നെ സംസ്കരിക്കണം എന്ന് മാഇസ് പറഞ്ഞപ്പോ മാഇസിലേക്ക് നോക്കിയിട്ട് നബി പറഞ്ഞു, വൈഹക്, എന്താ നീ പറയുന്നത്, നിനക്ക് നാശം. വൈഹക് ഇർജി ഫസ്തഗ്ഫിരില്ലാഹ വതുബ് ഇലൈഹി, പോടോ, തിരിച്ചു പോടോ, എന്നിട്ട് നീ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേട്, നീ തൗബ ചെയ്ത് മടങ്ങി ശരിക്ക് ജീവിക്ക്, പോ. ഫറജഅ ഗൈറ ഖരീബ്, നബി പോകാൻ പറഞ്ഞപ്പോ, എന്നെ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞ നബിയോട് പറഞ്ഞപ്പോ അവിടുന്ന് തിരിച്ചു പറഞ്ഞത്, എന്തു നാശമാണ് നീ പറയുന്നത്, നീ തിരിച്ചു പോയിട്ട് നന്നായി ജീവിക്കാൻ നോക്ക്. ഈ സ്വഹാബി മടങ്ങി, ഫറജഅ, തിരിച്ചുപോയി. പക്ഷേ തിരിച്ചു പോയിട്ട് കാല് ചലിക്കുന്നില്ല, ചവിട്ടടികൾ മുന്നോട്ട് പോകുന്നില്ല. ഗൈറ ബഈദ്, കുറച്ചങ്ങോട്ട് നടന്നപ്പോ പോകാൻ സാധിക്കാതെ. സുമ്മജാ ഇലൻ നബി, രണ്ടാമതും നബിയിലേക്ക് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ത്വഹിർനി, എന്നെ ശുദ്ധീകരിക്കണം. അപ്പോഴും പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ നിന്നോട് പോകാൻ, നീ തൗബ ചെയ്ത് ജീവിക്ക്, പാപക്കറകൾ നിന്നിൽ വന്നിട്ടുണ്ടെങ്കിലും പശ്ചാത്തപിച്ച് ജീവിക്ക് എന്ന് പറഞ്ഞപ്പോ പോയി. ഹദീസില് കാണാം, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസില് കാണാം, ഹത്താ ഇദാ കാനത്തി റാബിയ, നാലാമത്തെ തവണയും മാഇസ് നബിയുടെ മുന്നിലേക്ക് മടങ്ങി വന്നപ്പോ 3 തവണ നബി തിരിച്ചു വിട്ടു, പറഞ്ഞയച്ചു, പോകാൻ പറഞ്ഞു. 4ാമത്തെ തവണയും കരഞ്ഞുകൊണ്ട്, വിറച്ചുകൊണ്ട്, ഒരു ഭ്രാന്തന്റെ രൂപത്തിൽ കടന്നു വന്ന മാഇസ് പറഞ്ഞു, ത്വഹിർനി, എന്നെ ശുദ്ധീകരിക്കൂ നബിയേ. 4ാമത്തെ തവണ ഇത് പറഞ്ഞപ്പോ നബി തിരിച്ച് മാഇസിനോട് പറഞ്ഞു, ഫീമ ഉത്തഹിറുക, ഏതിൽ നിന്നാ ഞാൻ നിന്നെ ശുദ്ധീകരിക്കേണ്ടത്, ഏതൊരു മാലിന്യത്തിൽ നിന്നാണ് നിന്നെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുക്കേണ്ടത്? മാഇസ് പറഞ്ഞു, യാ റസൂലല്ലാഹ് മിനസ്സിന, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് നബിയെ, അതിൽ നിന്നാണ് എന്നെ ശുദ്ധീകരിക്കേണ്ടത് അങ്ങ്. ഇത് കേട്ടപ്പോ വ്യഭിചാരത്തിന്റെ ശിക്ഷ എന്താന്ന് വളരെ ഫേമസ് ആണല്ലോ, വ്യക്താണല്ലോ, ആർക്കും അറിയാത്തതല്ലോ. നബിക്ക് അറിയും, മുന്നിലിരിക്കുന്ന സ്വഹാബത്തിനറിയും, ഇത് പറഞ്ഞു വരുന്ന സ്വഹാബിക്കും അറിയും, എല്ലാവർക്കും അറിയും. അപ്പൊ നബി എന്താ പറഞ്ഞത്? അബിഹി ജുനൂൻ, ഇവൻ എന്തേ വട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്.
അബിഹി ജുനൂൻ, ഇവനെന്തേ ഭ്രാന്തുണ്ടോ? ഫഉഖ്ബിറ അന്നഹു ലൈസ ബിമജ്നൂൻ, സദസ്സിൽ നിന്ന് ചില ഈ സ്വഹാബിയുടെ അയൽക്കാരായ മറ്റു ചില സ്വഹാബിമാർ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, അന്നഹു ലൈസ ബിമജ്നൂൻ യാ റസൂലല്ലാഹ്, അങ്ങനെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ല, ആൾക്ക് ഭ്രാന്തൊന്നുമില്ല, നല്ല ആളാണ്, ബുദ്ധിമാനാണ്. അപ്പൊ നബി പറഞ്ഞു, അശ്ശരിബ ഹംറ, എങ്കിൽ പിന്നെ ഇവൻ മദ്യപിച്ചിട്ടുണ്ടോ? ഒരു സ്വഹാബിയോട് പറഞ്ഞു അവന്റെ വായൊന്ന് വാസനിച്ചു നോക്കൂന്ന്. അങ്ങനെയാണല്ലോ ഇന്നും പോലീസുകാർ അങ്ങനെയാണ് ചെയ്യുന്നത്. വണ്ടി ഓടിക്കുമ്പോൾ പോലീസുകാർ മുഖത്തേക്ക് ഊതാനാ പറയാം. ഞാൻ എറണാകുളത്തേക്ക് ഇവിടുന്ന് ഒരു വണ്ടിയിൽ പോയപ്പോൾ പോലീസുകാരൻ, എൻ്റെ സ്നേഹിതൻ വണ്ടി ഓടിക്കുക, ഒന്ന് ഊതു എന്ന് പറഞ്ഞു. അപ്പൊ സ്നേഹിതൻ പറഞ്ഞു, ഇവിടെ ഇരിക്കണേ ഞങ്ങളെ പള്ളിയിലെ ഉസ്താദാ, പിന്നെ എന്താ സാറേ ഈ കാണിക്കണേ? പള്ളിയിൽ ഉസ്താദ് ഒപ്പം ഇരിക്കുമ്പോൾ ഈ പണി ചെയ്യൂല, അല്ലാത്ത നേരത്തെ ചെയ്താലും എന്നാ അതിനർത്ഥം. അപ്പൊ ഇങ്ങനെയാണ് നബി പറഞ്ഞു, വായൊന്ന് വാസനിച്ച് നോക്കൂ എന്ന് പറഞ്ഞു. ഒരു സഹാബി നോക്കിയിട്ട് ഫലം യജിദ് മിൻഹു റീഹൽ ഖംർ, കിട്ടുന്നില്ല, മദ്യത്തിന്റെ സ്മെല്ലൊന്നുമില്ല, ദുർഗന്ധമൊന്നുമില്ല. അപ്പൊ നബി വീണ്ടും ചോദിക്കാം, നീ ശയിച്ചിട്ടല്ലടാ ഉള്ളൂ, നീ കൂടെ കിടന്നിട്ടല്ലേ ഉള്ളൂ, ശയനം നടത്തിയിട്ടല്ലേ ഉള്ളൂ, നീ ചുംബിച്ചിട്ടല്ലേ ഉള്ളൂ, ഇവനൊന്ന് ഒഴിവാക്കി വിടാനായിരിക്കും എന്ന് വെച്ചാൽ ഇതിലുള്ള തത്വം എന്താണെന്നറിയോ? അന്വേഷിച്ച് CID-കളെ വിട്ടിട്ട് രഹസ്യാന്വേഷണ വിഭാഗത്തെ അയച്ചിട്ട് ഈ ശിക്ഷ നടപ്പിലാക്കേണ്ടതില്ല. അതുകൊണ്ട് എന്തൊന്നും സൗദി അറേബ്യയിൽ ഈ കല്ലേറ് കാണാത്തത്. 100 അടി ഇടക്കിടക്ക് കാണുന്നുണ്ട് അല്ലെ, പത്രത്തിലൊക്കെ നമ്മൾ വായിക്കാറുണ്ടല്ലോ, അടിക്കേസ്. പക്ഷെ ഈ കല്ലെറിയൽ ഇതിങ്ങനെ രഹസ്യാന്വേഷണം നടത്തിയിട്ട് പിറകെ നടന്ന് കണ്ടുപിടിക്കേണ്ട ഒരു ക്രിമിനൽ കുറ്റമൊന്നുമല്ല. പച്ചയായിട്ട് അതിന് സാക്ഷികൾ ഇത്ര ആള് കാണുക, 4 ആള് കാണുക എന്നൊക്കെ ഉണ്ടതിന് നിയമം കേട്ടോ. അതിന്റെ നിയമം ഇപ്പൊ ഇവിടെ പറയേണ്ട കാര്യമില്ലാത്തത് കൊണ്ട് അങ്ങോട്ട് കടന്നു ചെല്ലുന്നില്ല. 4 ആളുകൾ കാണും വിധം പച്ചക്ക് ചെയ്താൽ കിട്ടൂ ഈ ശിക്ഷ. അല്ലാതെ ഇത് സ്വകാര്യമായി അന്വേഷണം നടത്തേണ്ട കാര്യമില്ല. നീ ശയിച്ചിട്ടല്ലേ ഉള്ളൂ, ചുംബിച്ചിട്ടല്ലേ ഉള്ളൂ, ഹൽ സനൈത, പിന്നെയും ചോദിക്കാൻ നബി, മാഴിസെ നീ വ്യഭിചരിച്ചിട്ടുണ്ടോ? ഖാല നഅം യാ റസൂലല്ലാഹ്. എന്നാ പിന്നെ നീ നോക്കിക്കാൻ പറ്റൂല. ഉടനെ നബി പ്രഖ്യാപിച്ചു, വിധിച്ചു. മദീന പള്ളിയുടെ മുസ്ലിം ലോകത്തിന്റെ ന്യായാധിപൻ, ജഡ്ജി, അള്ളാഹുവിന്റെ വിധികർത്താവായ നബി, അള്ളാഹുവിന്റെ വിധി അവിടത്തെ തിരുവായിൽ നിന്ന് നാക്കിലൂടെയാണ് വരിക, വിധിച്ചു. അങ്ങനെ ഫറുജിമാ, മാഇസിനെ കല്ലെറിഞ്ഞു കൊന്നു. സ്വഹീഹ് മുസ്ലിം. ആ സമയത്ത് സ്വഹാബത്ത് മാഇസിന്റെ കാര്യത്തിൽ ഫിർഖത്തൈനി, 2 തട്ടിലായി. ശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞപ്പോ സ്വഹാബത്ത് 2 ഗ്രൂപ്പായി. എന്താ? ഒരു ഗ്രൂപ്പ് പറഞ്ഞു മാഇസ് നശിച്ചു, മാഇസ് നാശം പിടിച്ചവൻ, അവന്റെ ദുന്യാവും ആഖിറവും നഷ്ടപ്പെട്ടു എന്ന് ഒരു സംഘം സ്വഹാബത്ത് പറഞ്ഞപ്പോ വേറെ ഒരു ഫിർഖത്ത് പറഞ്ഞത് മാഇസ് സലാമത്തായി. നമ്മളെപ്പോലെ കളങ്കം മനസ്സിൽ വെച്ച് മൂടി വെച്ച് നടന്നില്ലല്ലോ മാഇസ്. പാരത്രിക ജീവിതത്തെക്കുറിച്ച് ആശങ്കയുള്ള, ഭയമുള്ള, നരകത്തെക്കുറിച്ച് കേട്ടിട്ട് പേടിച്ച മാഇസ്, അത് ആഖിറത്തിലേക്ക് ആ ശിക്ഷ നീട്ടിവെക്കാതെ അവിടെ വെച്ച് കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കാതെ പടച്ച തമ്പുരാന്റെ ശിക്ഷ സഹിക്കാൻ പറ്റില്ലെന്ന ഉത്തമ ബോധ്യമുള്ള മാഇസ് നബിയുടെ മുന്നിൽ വന്ന് ഇവിടെ വെച്ച് തന്നെ ആ പാപക്കറകൾ കഴുകിയെടുക്കാൻ ആവശ്യപ്പെട്ടത് മൂലം, നബി കഴുകുകയും ചെയ്തത് മൂലം മാഇസ് സലാമത്തായി എന്ന് ഭൂരിഭാഗം സഹാബത്തും പറഞ്ഞ് 2 ഫിർഖയായി. 2 വിഭാഗമായി ഭിന്നിച്ചപ്പോ ഇവരെ ഈ ഭിന്നിപ്പ കണ്ട നബി അവരുടെ കൂട്ടത്തിലേക്ക് കടന്നു വന്നിട്ട് ആ ക്രിയ, ഹുദൂദ്, ഹദ് നടപ്പാക്കിയതിനു ശേഷം അവരുടെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കറിയോ, ലഖദ് താബ തൗബതൻ, നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ സഹോദരൻ മാഇസ് തൗബ ചെയ്തു. ഏത് തൗബ? ലൗ ഖുസിമത് ബൈന ഉമ്മ, ഒരു സമൂഹം, ഒരു ഉമ്മത്ത്, ഒരു ജനവിഭാഗം, ഒരു കാലഘട്ടത്തിലെ ജനത എന്നല്ല പറഞ്ഞു, ഒരു ഉമ്മത്ത്, ഒരു ഉമ്മത്തിന്റെ ഇടയിൽ, പാപികൾക്കിടയിൽ ഈ മാഇസിന്റെ മാത്രം തൗബ ഒന്ന് വിതരണം ചെയ്താൽ, വിഹിതിച്ചു നൽകിയാൽ, ഓഹരി വെച്ചാൽ, അവരെല്ലാവരും ലവസിഅതുഹും, എല്ലാവർക്കും സ്വർഗത്തിൽ പോകാൻ മാത്രം വലിയ തൗബ മാഇസ് ഒരാളൊറ്റയ്ക്ക് ചെയ്തത്. എന്ത്? ഒരു ഉമ്മത്തിന്, ഒരു ഉമ്മത്തിലെ, ഒരു സമൂഹത്തിലെ പാപികൾക്കെല്ലാം ഈ ഒരു സഹാബിയുടെ തൗബ വിഹിതിച്ച് നൽകിയാൽ ലവസിഅതുഹും, എല്ലാവരും രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പോവും. അത്ര വലിയ തൗബ മാഇസ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ ഒരു ശിക്ഷാ നടപടി നബി നടപ്പിലാക്കി. ഇത് കണ്ടാ പിന്നെ ഒരാൾ വരുമോ? എന്താ അവിടെ ചെയ്തെന്ന് പച്ചക്ക് കണ്ടു. എന്നാൽ കേട്ടോളൂ, ഈ ശിക്ഷാ നടപടി കഴിഞ്ഞ ഉടനെ അടുത്ത ദിവസം തന്നെ ജാഅത്ത് ഇന്നംറഅതൻ മിൻ ഗാദിമിൻ ജാഅത്ത് ഇലൻ നബി, ഗാദിദ് ഗോത്രത്തിൽപ്പെട്ട
ഒരു പെണ്ണ് നബിയുടെ മുന്നിലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നീ ഖദ് ഫജർതു. മാഇസിനെ എന്താ ചെയ്തതെന്ന് മദീനക്കാര് വിശ്വാസികൾ എല്ലാവരും കണ്ടു. ഈ കണ്ട കാഴ്ച എല്ലാവരും അറിഞ്ഞ ഉടനെ തന്നെ ഒരു വിശ്വാസിയായ പെണ്ണ്, സ്വഹാബിയത്തായ പെണ്ണ്, ഗാമിദ് ഗോത്രത്തിൽപ്പെട്ട പെണ്ണ് ഓടിക്കിതച്ച് നബിയുടെ മുന്നിൽ വന്നു പറഞ്ഞു, ഇന്നീ ഖദ് ഫജർതു, ഞാനും തെമ്മാടിത്തരം ചെയ്തിട്ടുണ്ട്. നബി പറഞ്ഞു, ഇർജിഇ, പെണ്ണ് വെറുതെ പണി ഉണ്ടാക്കല്ലേ, ഇർജിഇ, മടങ്ങിപ്പോ. ഫറജഅത്ത്, അവള് പോയി. പോകാൻ പറഞ്ഞാൽ പോകല്ല. എന്താ? ഫലമ്മാ കാനൽ ഗദു, പിറ്റേ ദിവസമായപ്പോ അത്തത്തിൻ നബിയ, രണ്ടാമതും വന്നു. രണ്ടാമത് വന്നപ്പോ പറഞ്ഞു, ഈ സംഭവം പറഞ്ഞാലൊരു തെമ്മാടിത്തരം ചെയ്തിട്ടുണ്ട്, മടങ്ങിപ്പോവാൻ പറഞ്ഞപ്പോ നബിയെ, ദിവസങ്ങൾക്ക് മുമ്പ് മാഇസിനെ നടത്തിയതുപോലെ എന്നെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താതെ എത്രയും പെട്ടെന്ന് ആക്ഷൻ ഇങ്ങോട്ട് എടുക്ക് നബിയെ. ആലോചിച്ചു, ഒരു പെണ്ണാണ് ഈ പറയുന്നത്. മാഇസിനെ 3-4 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയതുപോലെ എന്നെയും നടത്താതെ നബിയെ, ഒരു വസ്തുത ഞാൻ തുറന്നു പറയാം, ഇന്നി ഹുബ്ലാ മിനസ്സിന, അവിഹിത മാർഗത്തിൽ ഗർഭിണിയാണു ഞാൻ, എത്രയും പെട്ടെന്ന് എന്നെയും ശുദ്ധീകരിക്കണം, എന്നെ നടത്തല്ലേ നബിയേ. അപ്പൊ നബി പറഞ്ഞു, ഉപ്പ നീ പോ. അപ്പോഴും മടങ്ങിപ്പോയി. മൂന്നാമത് വന്നപ്പോ പറഞ്ഞു, ഇർജിഇ ഹത്താ തലിദി, ഏതായാലും നീ ഗർഭിണിയാണല്ലോ, പ്രസവിക്കുന്നത് വരെ ഇങ്ങോട്ട് വരരുത്, പ്രസവം കഴിഞ്ഞിട്ട് ആലോചിക്കാം. സുബ്ഹാനല്ലാഹ്, പ്രസവം കഴിഞ്ഞ അടുത്ത നാൾ തന്നെ കൈക്കുഞ്ഞുമായി ആ പെണ്ണ് വന്നു. ഹദീസിൽ, മുസ്ലിം ലോകം എല്ലാവരും അംഗീകരിക്കുന്ന സ്വഹിയായ ഹദീസിൽ കാണാം. കൈക്കുഞ്ഞുമായി വന്നപ്പോ ഇർജിഇ ഹത്താ തഫ്തിമി, മുല കൊടുക്കുക ആ കുട്ടിക്ക്. മുലയൂട്ടൽ കഴിഞ്ഞിട്ട് ആലോചിക്കാർ. മുലയൂട്ടൽ കഴിഞ്ഞപ്പോ 4ാമത്തെ തവണ ഈ പെണ്ണ് വരികയാണ്. അപ്പൊ കൊച്ചു വലുതായിട്ടുണ്ട്. ഹദീസിൽ കാണാ, വഫീ യദിഹി ശൈഉൻ യഅ്കുലുഹു, ആ കുട്ടി കയ്യിൽ എന്തോ സാധനം പിടിച്ചിട്ടുണ്ട്, സ്വന്തം തിന്നാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്, സ്വന്തം ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങിയ 2 വയസ്സ് പ്രായമൊക്കെ കാണും. ആ പ്രായമായപ്പോ ഒക്കത്ത് വെച്ച് കുഞ്ഞിനെയും കൊണ്ട് വന്നു. ഫഅമറ ബിസ്സബിയി, കുട്ടിയുടെ കാര്യത്തിൽ നബി തീരുമാനമെടുത്തു. വദുഫിയ ഇലാ റജുലിൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ സ്വഹാബികളിൽ ഒരു സ്വഹാബിയെ ഏൽപ്പിച്ചു, ഈ കുട്ടിയെ, ഇനി ഈ കുട്ടിയെ പോറ്റേണ്ടത് നിങ്ങളാണ്. കാരണം ഉമ്മനി ഉണ്ടാവില്ല, ഉപ്പ നേരത്തെ എവിടെ പോയി എന്നറിയില്ലല്ലോ, ഉപ്പ ഇല്ലല്ലോ, തന്തല്ലാത്തതാണല്ലോ. അതുകൊണ്ട് ആ കുട്ടിയുടെ ഉത്തരവാദിത്തം ഒരു സ്വഹാബിയെ ഏൽപ്പിച്ചിട്ട് അവളുടെ കാര്യത്തിൽ പുണ്യനബി അള്ളാന്റെ നിയമം പ്രഖ്യാപിക്കുകയും എറിഞ്ഞു കൊല്ലുകയും ചെയ്തു. ഫറുജിമത്ത്. ഇവിടെ ഒരു സംഭവം ഹദീസിൽ തുടർന്നു കാണാം. വകാന ഖാലിദുൻ റളിയല്ലാഹു അൻഹു ഫീമൻ യർജുമുഹാ, അവളെ കല്ലെറിഞ്ഞ കൂട്ടത്തിൽ മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹുവും ഉണ്ടായിരുന്നു. ആ സ്വഹാബിയും പങ്കെടുത്തിരുന്നു. ഫവഖഅത് ഫറജമഹാ ബിഹജരിൻ, മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു അവളെയും കല്ലെടുത്തെറിഞ്ഞു. ഫവഖഅത് ഖത്റത്തും മിൻ ദമിഹാ അലാ വജ്നതിഹി, കല്ലെറിയുന്നതിനിടയിൽ ആ പെണ്ണിന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഖാലിദ് എന്നവരുടെ മുഖത്തേക്ക് തെറിച്ചു വീണു. എന്ത്? ഖാലിദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്ത്. ഇതിന് നിയമമൊക്കെ ഉണ്ട്, പെണ്ണാണെന്നുണ്ടെങ്കിൽ വസ്ത്രമൊക്കെ വരിഞ്ഞു കെട്ടണം, ഏറുകൊണ്ടിട്ട് നഗ്നത വെളിവാകാതെ. ഇതൊക്കെ എന്തിനാ പറയുന്നറിയോ? ഇത്ര കടുത്ത കുറ്റമാണ് ഈ വ്യഭിചാരം. എറിയുന്നതിനിടയിൽ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് ആ പെണ്ണിന്റെ രക്തം തെറിച്ചു വന്നപ്പോ ഫസബ്ബഹ, ഖാലിദ് തെറി വിളിച്ചു, തെമ്മാടി പെണ്ണ് നശിച്ചവള് എന്ന് തെറി വിളിച്ചത് കേട്ടപ്പോ മുത്തുനബി അവിടത്തെ മുഖത്ത് വല്ലാത്ത പ്രയാസമുണ്ട്. ഒരു കുറ്റവാളിയെ ശിക്ഷിക്കുന്നത് നബിക്ക് ഇഷ്ടമൊന്നുമില്ല. അള്ളാഹ് അങ്ങനെ ഒരു നിയമം വെച്ചതെന്താ? ഈ ലോകത്തിന്റെ ക്രമസമാധാനം തകരാതിരിക്കാൻ, ജാരസന്തതികൾ ഇവിടെ പെരുകാതിരിക്കാൻ, ഈ ലോകത്തിന്റെ നിളാമ് തെറ്റാതിരിക്കാൻ വെച്ച ഒരു നിയമമാണ്. അത് നടപ്പിലാക്കുകയാണ്. അപ്പോഴാണ് ആ കുറ്റം ചെയ്ത പെണ്ണിന്റെ ശരീരത്തിൽ നിന്ന് രക്തം ചീറ്റിയത്. രക്തത്തിൽ നിന്ന് അല്പം ഖാലിദിന്റെ മുഖത്ത് വന്ന് പതിച്ചത്. അപ്പോൾ ഫസബ്ബഹ, ആ പെണ്ണിനെ തെറി വിളിക്കുകയാണ്. തെറി വിളിച്ചപ്പോ ഇത് കേട്ട നബി പറഞ്ഞു, യാ ഖാലിദ് മഹ്ലൻ യാ ഖാലിദ്, മഹ്ലൻ യാ ഖാലിദ്, അങ്ങനെ പറയല്ലേ ഖാലിദേ, അങ്ങനെ നീ പറഞ്ഞു പോകരുത് ഖാലിദേ. എന്തുകൊണ്ടെന്നാൽ ലഖദ് താബത്ത് തൗബ, അവൾ ചെയ്ത തൗബ ഏതാണെന്ന് നിനക്കറിയോ? ലൗ താബ സാഹിബു മക്സിൻ,
ചുങ്കം വാങ്ങുന്ന ആള് ഇവള് ചെയ്ത തൗബ ചെയ്താൽ, ചുങ്കം വാങ്ങുന്ന പറഞ്ഞാൽ അള്ളാന്റെ ഭൂമിക്ക് നികുതി പിരിക്കുക. ഗവൺമെന്റ് അല്ല, എന്റെ ഭൂമിയിലൂടെ, എന്റെ വീടിന്റെ, എന്റെ അധികാരത്തിലും അധീനത്തിലുള്ള വഴിയിലൂടെ നടക്കണമെങ്കിൽ എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞു. ഇത് വലിയ തെറ്റായിട്ട് ദീന് പറയുന്നുണ്ട്. ഇത് സഞ്ചരിക്കാൻ, നടന്നു പോകാൻ കാശ്, വണ്ടി കൊണ്ടുപോകാൻ, പാലത്തിന് അതിന് ചെലവായ കാശ് പിരിക്കലിന് വേറെ നിയമം പഠിക്കണം. എന്ത് അതിപ്പോ ഗവൺമെന്റിന് ഖജനാവിന് കാശില്ല, അതുകൊണ്ട് നാട്ടുകാരൊക്കെ ഒന്ന് സഹായിക്കുന്നു പറഞ്ഞ് പിരിവെടുത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതേക്കുറിച്ച് വേറെ റിസർച്ച് നടക്കണം. അപ്പോ ഇതങ്ങനെയല്ല. ഒരാൾക്ക് സഞ്ചരിക്കാൻ, അള്ളാന്റെ ഭൂമിയിലൂടെ സഞ്ചരിക്കാൻ ചുങ്കം പിരിക്കുന്ന ആള്, ആ ആള് ചെയ്താലും ഇവള് ചെയ്ത തൗബ ചെയ്താൽ അള്ള പുറത്തു കൊടുക്കും. അത്ര വലിയ തൗബയാണ് ഈ സഹോദരി ചെയ്തത്. ആ സഹോദരിക്ക് വേണ്ടി നബി നമസ്കരിച്ചു. വദുഫിനത്ത്, ആ സഹോദരിയെ വിശ്വാസികളുടെ ശ്മശാനത്തിൽ അടക്കുകയും ചെയ്തു. ഇവരൊക്കെ മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമുള്ള സ്വഹാബികളായിരുന്നു. ഇവിടെ നിന്ന് 4 കല്ലേറ് കൊണ്ടിട്ട് അന്ത്യശ്വാസം വലിച്ചാൽ ഒന്നും വരാനില്ലാന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. നാളെ പരലോകത്ത് ലഭിക്കുന്ന കഠോരമായ കനത്ത ശിക്ഷ, അതിലേക്ക് ചേർത്തി നോക്കുമ്പോ ഇതൊരു ശിക്ഷയല്ല എന്ന ബോധ്യം അവർക്ക് നന്നായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളാരും കല്ലേറ് വാങ്ങാന് ഇസ്ലാമിക ഭരണമുള്ള നാട്ടിക്ക് പ്ലെയിനിൽ യാത്ര ചെയ്യൊന്നും വേണ്ട. നമ്മൾ എന്താ ചെയ്യേണ്ടത്? പടച്ചവനോട് കരഞ്ഞങ്ങോട്ട് പറയാ, പടച്ചവനെ പറ്റിപ്പോയിട്ടുണ്ട്, കാക്കണം, ഇനി അത്തരം കുറ്റത്തിലേക്ക് നീ എത്തിക്കരുത്. ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് മടങ്ങാതെ ആത്മവിശുദ്ധി നമുക്കുണ്ടാവുകയില്ല. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്ന് പറഞ്ഞിട്ട് വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ. മുഅ്മിനീങ്ങൾ വിജയിച്ചു. എങ്ങനത്തെ മുഅ്മിൻ? ലൈംഗിക വിശുദ്ധിയുള്ള മുഅ്മിൻ വിജയിച്ചു എന്ന് പറഞ്ഞ വിജയം കിട്ടുന്ന മുഅ്മിനീങ്ങളിൽ പെടാൻ നമ്മളെല്ലാവരും ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. അള്ളാഹു പശ്ചാത്താപ മനസ്ഥിതി നമുക്ക് നൽകട്ടെ, ആത്മവിശുദ്ധി നൽകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.